ഇടക്കൊച്ചി കണ്ടങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം നടന്നു. ഇടക്കൊച്ചി കണ്ടങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ശ്രീമദ് ദേവി ഭാഗവത ദശദിന ജ്ഞാനസത്രവും ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ട് ഉദ്ഘാടനവും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയ സുനിൽ ഈശ്വര പ്രാർത്ഥന നടത്തി. ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ CJ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP സുവേൻസ് അധ്യക്ഷത വഹിച്ചു. ഈ വേലിയേറ്റ സമയം ഈ ക്ഷേത്രത്തിൽ വെള്ളം കയറി ഇറങ്ങുന്നൊരവസ്ഥയുണ്ടായി. ഈ വെള്ളം കയറി ഇറങ്ങുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വേലിയേറ്റം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചെളിയോട് നിലനിൽക്കുന്നൊരവസ്ഥ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിനുശേഷം ഇവിടുത്തെ നമ്മുടെ സാമ്പത്തിക പരിധിനെ കുറിച്ച് ഇത് ക്ലീൻ ചെയ്തു പോകാനുള്ള സാഹചര്യം കൂടി നമുക്ക് ഉണ്ടായിരുന്നില്ല. അതിനോട് ബന്ധപ്പെട്ട ആലോചന യോഗം നടത്തിയപ്പോൾ സപ്താഹത്തിനാണ് എൻ്റെ ആലോചന യോഗം നടത്തുന്നത്, നവാഹത്തിന്. ഈ ആലോചന യോഗത്തിൽ കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടിക്കൽ ഉൾപ്പെടെ ആചാര്യൻ രക്ഷാധികാരി ഉൾപ്പെടെ ഇവരിൽ 10 അംഗ രക്ഷാധികാരിയുടെ രൂപീകരണത്തോടുകൂടി ഈ പ്രവർത്തന സമിതിക്ക് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യം വന്നു. മുഖ്യ രക്ഷാധികാരി ദേവശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊച്ചി മേയർ മിനിമോൾ VK യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സ്നേഹാദരവ് നൽകി. വേണുഗോപാൽ വെമ്പിള്ളിൽ പ്രഥമ ഫണ്ട് സമർപ്പണം ചെയ്തു. തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഫണ്ട് ഏറ്റുവാങ്ങി. ശിവഗിരി മഠം സംഭവിച്ച ശിവസ്വരൂപാനന്ദ സ്വാമികൾ, തൃപ്പൂണിത്തുറ നിയുക്ത MLA ദീപക് ജോയി, ഭാഗവത കോകിലം ശോഭന രവീന്ദ്രൻ, ക്ഷേത്ര മേൽശാന്തി TP സൗമിത്രൻ തന്ത്രി, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KK സുരേഷ് ബാബു, SNDP യോഗം കൊച്ചി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ, 58ാം ഡിവിഷൻ കൗൺസിലർ KJ ബേസിൽ, 59ാം ഡിവിഷൻ കൗൺസിലർ ലസിത പീറ്റർ എന്നിവർ സന്നിധരായിരുന്നു. തുടർന്ന് ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി വൈസ് ചെയർമാൻ VL ബാബു കൃതജ്ഞത രേഖപ്പെടുത്തി. കണ്ടങ്ങാട്ട് ദേവസ്വം സഭ വൈസ് പ്രസിഡന്റ് KD ധനേഷ്, KD ശശികുമാർ, മാനേജർ രജേഷ് വാസുദേവ്, ഇടക്കൊച്ചി SNDP ശാഖായോഗം പ്രസിഡന്റ് CP മുകേഷ്, കണ്ടങ്ങാട്ട് ദേവസ്വം സഭ ജോയിന്റ് സെക്രട്ടറി CK ചെല്ലപ്പൻ, അസിസ്റ്റന്റ് മാനേജർ റനീഷ് രഘുവരൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവിന്റെ അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നേ നിങ്ങളോട് പറയാനുണ്ട്, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇത് പറയുമ്പോൾ ഞാനൊരു അനുഭവസ്ഥനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നതെന്ന് ഇതിൻ്റെ ഭരണാധികാരികൾ വിശ്വസിക്കണം. നമ്മൾ ആചാരങ്ങൾ വേണം, ദുരാചാരങ്ങൾ ഇല്ലാതാക്കണം. ഞാൻ പ്രതിഷ്ഠാനത്തിൽ നിന്ന് കാണിച്ചു തന്ന അമ്പലത്തിൽ വേലപടയനുണ്ടായിരുന്നു. വെട്ടും കുത്തും മരണവും ഒക്കെ അവിടെ നടന്നതാണ്. ഇപ്പോൾ പടയനില്ല, വേലയില്ല, ഒന്നുമില്ല. രാഘവമുക്കിലാണ് എന്നെ അതിനുവേണ്ടി കൂടുതൽ സഹായിച്ചത്. വരുമാനം കുറഞ്ഞോ? അതോടൊപ്പം തന്നെ ആനയുണ്ടായിരുന്നു, ആറാട്ട് ഇപ്പം ഇല്ല. അവിടെ ദേവിക എന്ന് പറഞ്ഞ ഒരു വാഹനത്തിൻ്റെ പുറത്താണ് ആറാട്ട്. അതുപോലെ പണ്ടെല്ലാം ഷർട്ട് ഊരിട്ട് കയറാറുണ്ട്. ഏത് ശാസ്ത്രം എവിടെ പറയുന്നു ദേവി ഇതിൻ്റെ നിങ്ങൾ ഷർട്ട് ഊരിക്കൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമേ എന്ന് ഏത് ആചാര്യം പറഞ്ഞാലും നിങ്ങൾ ദേവി കേൾക്കരുത്. ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കയറാൻ നമുക്ക് സാധിക്കും. ചില ആചാര്യന്മാർ അനാവശ്യമായ ഇന്ന് നമുക്ക് തിരുക്കൊച്ചി വിട്ടാൽ അല്ലെ കേരളം വിട്ടാൽ എവിടെയെങ്കിലും ഇതുണ്ടോ? കേരളത്തിൽ മാത്രമല്ലേ ഷർട്ട് ഊരിയിട്ടുണ്ട്. ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ നേരത്തെയെങ്കിലും പോക്കറ്റ് ഇട്ടുന്ന കാശ് ഇടാൻ അകത്തിയെല്ലാം വെക്കണം. അത് ഊരി പുറത്ത് വെച്ചിട്ട് പോകണമെങ്കിൽ കാശും ഷർട്ടും ഒക്കെ പുറത്താ. കാണിക്ക പോലും കിട്ടുകയില്ല, ശാന്തിക്ക് ദക്ഷിണയും കിട്ടുകയില്ല. എൻ്റെ കാശ് ഇടാൻ കയ്യിരിക്കണം, എല്ലാം പുറത്തല്ലേ ഇരിക്കണം ഷർട്ട്. അതുകൊണ്ട് കുറേ കൂടെ പ്രായോഗികമായി ദക്ഷിണ കൊടുക്കുക കിട്ടില്ല ശാന്തി. എൻ്റെ ശാന്തി പറയുന്നത് അവരൊക്കെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. പിന്നെ നമ്മുടെ തന്ത്രി ശാന്തിയൊക്കെ വിചാരിച്ചാൽ നമ്മളെക്കാൾ ഒരുപാട് പൈസ അവിടെ വരുത്താനുള്ള എല്ലാ തന്ത്രവും മന്ത്രവും അവർക്കറിയാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.